Yes, welcome everyone. Shadow Broadcasting in the Free Path IAS പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഓക്കെ, സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സീസാറിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ചെയ്തത്. സോ ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഒരു ക്വസ്റ്റ്യൻ തന്നിരുന്നു എല്ലാവർക്കും. എന്തായിരുന്നു ക്വസ്റ്റ്യൻസ്? എ 4 digits in the number 2024 are erased so that a 4-digit number remains. What is the difference between the greatest possible and the least possible remaining 4-digit numbers? ഓക്കെ, സോ എൻ്റെ അടുക്കൽ ഒരു നമ്പർ ഉണ്ട്, എൻ്റെ ഒരു സെറ്റ് ഓഫ് ഡിജിറ്റ്സ് ആണ് തന്നിരിക്കുന്നത് 2024. ഇതിൽ 4 നമ്പർ ഞാൻ ഇറേസ് ചെയ്താൽ എനിക്ക് ഗ്രേറ്റസ്റ്റ് 4-digit നമ്പർ കിട്ടും. സോ ഗ്രേറ്റസ്റ്റ് 4-digit നമ്പർ എനിക്കറിയാം സ്റ്റാർട്ട് ചെയ്യുന്നത് 4-ലായിരിക്കും, കാരണം ഇവിടുത്തെ ഏറ്റവും വലിയ നമ്പർ 4 ആണ്. സോ ഗ്രേറ്റസ്റ്റ് 4-digit നമ്പർ എൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്ന 4-ലായിരിക്കും. ദാറ്റ് മീൻസ് എൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ ആയിരിക്കും അല്ലേ. അതുകൊണ്ട് എനിക്ക് അതിന് മുമ്പത്തെ ഡിജിറ്റ് എല്ലാം ഞാൻ ഇറേസ് ചെയ്തു. സോ അതിന് മുമ്പുള്ള 3 ഡിജിറ്റ് കളഞ്ഞു അല്ലേ. ഇനി എനിക്ക് ഒരു ഡിജിറ്റ് കൂടി ഇവിടെ കളയാം. സോ എനിക്ക് ഇത്രയും ഡിജിറ്റ്സ് ബാക്കിയുണ്ട് ഇനി അല്ലേ, 5 ഡിജിറ്റ് ഉണ്ട്. ഇതിനെ എനിക്ക് എന്ത് ചെയ്യണം? മാക്സിമൈസ് ചെയ്യണം. ഞാൻ ഗ്രേറ്റസ്റ്റ് നമ്പറാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇവിടുത്തെ ഏറ്റവും ചെറിയ നമ്പർ കളയണം. ചെറിയ നമ്പർ ഏതാ? 0. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? 2024 ഈ നമ്പേഴ്സും കളഞ്ഞു, അതുപോലെ ഇവിടുന്ന് ഈ 0യും അങ്ങ് കളഞ്ഞു. ബാക്കി ഏതൊക്കെ നമ്പർ ഉണ്ട്? 4, 2, 2, 4. ഇതായിരിക്കും എൻ്റെ ഗ്രേറ്റസ്റ്റ് നമ്പർ. ഓക്കെ, സോ ഞാൻ ഒന്നുകൂടെ പറയാം. എന്തായിരുന്നു? എനിക്കിവിടുന്ന് 4 ഡിജിറ്റ് ഞാൻ തുടച്ച് കളഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടണം? ഇറേസ് ചെയ്താൽ എനിക്ക് ഗ്രേറ്റസ്റ്റ് 4-digit നമ്പർ വേണം. ഗ്രേറ്റസ്റ്റ് 4-digit നമ്പർ എന്നാൽ ഏറ്റവും വലുതായിരിക്കും. ഇവിടുത്തെ ഏറ്റവും വലിയ ഡിജിറ്റ് 4 ആണ്. ദാറ്റ് മീൻസ് ദ നമ്പർ ഷുഡ് സ്റ്റാർട്ട് ഇൻ 4. സോ ഞാൻ എന്ത് എഴുതി? 4 എഴുതി. നൗ ഈ 4-ന് മുമ്പുള്ള നമ്പേഴ്സ് എനിക്ക് പിന്നെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. വേണോ? വേണ്ട, ഞാൻ അതങ്ങ് കളഞ്ഞു. ഇനിയും ഈ 5 നമ്പർ ഞാൻ നോക്കിയാൽ മതി. ഈ 5 നമ്പറിൽ ഞാൻ മാക്സിമൈസ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം? ഇവിടുന്ന് ഈ 0 അങ്ങ് കളഞ്ഞാൽ പോരെ, കാരണം ഏറ്റവും ചെറുത് കളയുക. മാക്സിമൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുത് കളയുക, വലുതിനെ എല്ലാം ബാക്കി വെക്കുക. വലുതിനെ ബാക്കി വെക്കുമ്പോൾ ഐ വിൽ ബി ഗെറ്റിംഗ് 4, 2, 2, 4. ഇനി ഇതുപോലെ എനിക്ക് ഏറ്റവും ചെറിയ നമ്പർ കണ്ടുപിടിക്കണം. ഏറ്റവും ചെറിയ നമ്പർ എന്ന് പറയുമ്പോൾ 0-ൽ എന്തായാലും സ്റ്റാർട്ട് ചെയ്യില്ല. നമുക്കൊരു നമ്പർ 2-ലെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ എപ്പോഴും അല്ലേ. 2-ലെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഓക്കെ, ഇനിയും എൻഡ് ചെയ്യുന്നത് 0-ൽ എൻഡ് ചെയ്യാം, അല്ലെങ്കിൽ 2-ൽ എൻഡ് ചെയ്യാം. എന്തായാലും ഗ്രേറ്റസ്റ്റ് നമ്പറാണ്. 2-ൽ എൻഡ് ചെയ്യാം, അല്ലെങ്കിൽ 0-ൽ എൻഡ് ചെയ്യാം. ഞാൻ അതുകൊണ്ട് എന്ത് ചെയ്തു? ഇവിടുന്ന് എല്ലാ 4-നെയും ഞാൻ അങ്ങ് ഒഴിവാക്കി. എന്തൊഴിവാക്കി? ഇവിടുന്ന് എല്ലാ 4-നെയും ഞാൻ അങ്ങ് ഒഴിവാക്കി. ഓക്കെ, ഇനി എനിക്കിവിടെ ഗ്രേറ്റസ്റ്റ് 4-digit നമ്പർ സ്റ്റാർട്ടിങ് വിത്ത് 2. സോ ഞാൻ 2-ൽ സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് എൻഡ് ചെയ്യുന്നതും 2-ലായിരിക്കും അല്ലേ. എൻഡ് ചെയ്യുന്നതും 2-ലായിരിക്കും. ഇനിയും ഈ ഇടയിൽ വരുന്ന 2 നമ്പേഴ്സ് ഏതായിരിക്കും? എനിക്ക് 2 zeros ഉണ്ടല്ലേ. എനിക്ക് ചെറിയ നമ്പറാണ് വേണ്ടത്. അപ്പം ഞാൻ ചെറിയ നമ്പർ തന്നെ ഇൻക്ലൂഡ് ചെയ്യണം. ഞാൻ എന്ത് ചെയ്തു? 2 0 അങ്ങ് ഇൻക്ലൂഡ് ചെയ്തു. സോ 4 നമ്പർ ഞാൻ ഇറേസ് ചെയ്ത് കളഞ്ഞപ്പം എനിക്ക് മാക്സിമം കിട്ടിയത് 4224-ഉം മിനിമം കിട്ടിയത് 2002-ഉമാണ്. അപ്പോൾ ഇനി ഞാൻ എന്ത് ചെയ്യണം? ഇത് രണ്ടും സബ്ട്രാക്ട് ചെയ്യണം. സബ്ട്രാക്ട് ചെയ്ത് 4 - 2 2 2 2 2. എൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി, 2222. ഓക്കെ, സോ നമ്മൾ ഓർഡർ ഒന്നും ചേഞ്ച് ചെയ്യാൻ പാടില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. എന്ത് ചെയ്യാൻ പാടില്ല? ഓർഡർ ചേഞ്ച് ചെയ്യാൻ പാടില്ല നമ്പർ ഇറേസ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. കാരണം ക്വസ്റ്റ്യനിൽ എടുത്ത് പറയുന്നില്ല ഓർഡർ ചേഞ്ച് ചെയ്യണമെന്ന്. ഓക്കെ, ഓർഡർ ചേഞ്ച് ചെയ്യണമെങ്കിൽ അത് ക്വസ്റ്റ്യനിൽ അവർ എടുത്ത് പറയും. എടുത്ത് പറഞ്ഞില്ലെങ്കിൽ അതിനർത്ഥം ഓർഡർ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, അത് ശ്രദ്ധിക്കുക. കാരണം ഓർഡർ ചേഞ്ച് ചെയ്തിട്ടൊക്കെ നമുക്ക് പല ആൻസർ കിട്ടും ഇവിടെ. ഓക്കെ, സോ ഓർഡർ ചേഞ്ച് ചെയ്യാൻ പാടില്ല അൺലെസ് ഇറ്റ് ഈസ് മെൻഷൻഡ് ഇൻ ദ ക്വസ്റ്റ്യൻ. ഇഫ് ഇറ്റ്സ് മെൻഷൻഡ് എന്ത് ചെയ്യാം? നമുക്ക് ഇഷ്ടമുള്ള ഓർഡറിൽ നമുക്ക് ചെയ്യാം. ഇഫ് ഇറ്റ്സ് മെൻഷൻഡ് ഞാൻ പറഞ്ഞു ഏത് ഓർഡറും എടുക്കാം. പക്ഷേ ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. ദാറ്റ് മീൻസ് യു ഹാവ് ടു കീപ് ദ ഓർഡർ ഇൻടാക്ട്. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ക്വസ്റ്റ്യൻ നമ്പർ 10. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 11ലേക്ക് പോകാം. യെസ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പർ ക്യാൻ ബി റിട്ടൺ as the sum of some positive integer and product of the same positive integer. For example, 4-നെ എനിക്ക് 2 + 2 ആയിട്ട് എഴുതാം, 2 × 2 ആയിട്ട് എഴുതാം. അതായത് ഞാൻ 4 എടുത്തു, 4-നെ ഞാൻ 2 + 2 ആയിട്ട് എഴുതി. ഓക്കെ, ഈ 2 നമ്പറിൻ്റെ സമ്മാണ് 4. ഈ 2 നമ്പറിൻ്റെ പ്രോഡക്റ്റ് എടുത്താലും എനിക്ക് എന്ത് തന്നെ കിട്ടണം? 4 തന്നെ കിട്ടണം. അതാണ് കണ്ടീഷൻ. 4 കിട്ടും. ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ 6-നെ 3 × 2 എന്ന് എഴുതി. പക്ഷേ എനിക്ക് 6-നെ 3 + 2 എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല. ദാറ്റ് മീൻസ് 6 ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല.
ഓക്കെ, സോ ഇവിടെ തന്നിരിക്കുന്ന ഏത് നമ്പർ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും? അതായത് ഇപ്പം ഞാൻ എന്ത് ചെയ്തു, 4നെ 2 നമ്പറിൻ്റെ സമ്മായിട്ട് എഴുതി. അങ്ങനെയാണെങ്കിൽ ഈ സെയിം നമ്പറിൻ്റെ പ്രോഡക്റ്റ് ആയിട്ടും എനിക്ക് ആരെ എഴുതാൻ പറ്റണം? 4നെ എഴുതാൻ പറ്റണം. അതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കിയേ 15, ഒരു ഓപ്ഷൻ നമുക്ക് എടുക്കാം. 15നെ ഞാൻ എന്ത് ചെയ്തു? 15നെ ഞാൻ 3 + 5 + 1 + 1 + 1 + 1 + 1 + 1 എന്നെഴുതി. അല്ലേ? 7 നമ്പറിൻ്റെ പ്രോഡക്റ്റ് 7 1ഉം +5 × 3. ഓക്കെ, നോക്കിയേ, 3 + 5 8 9 10 11 12 13 14 15. അല്ലേ? ഇത്രയും നമ്പറിൻ്റെ സമ്മായിട്ട് എനിക്ക് ആരെ എഴുതാം? 15നെ എഴുതാം. അതുപോലെ ഈ നമ്പറിൻ്റെ പ്രോഡക്റ്റ് ആയിട്ടും എനിക്ക് എന്ത് എഴുതാം? 15നെ എഴുതിക്കൂടെ? ഇത്രയും നമ്പറിൻ്റെ പ്രോഡക്റ്റ് ആയിട്ടും എനിക്ക് ആരെ എഴുതാം? 15നെ എഴുതാൻ പറ്റും. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മൾ ഈ എടുത്തേക്കുന്ന സമ്മ് അതേ നമ്പർ പ്രോഡക്റ്റ് ചെയ്യുമ്പോഴും എനിക്ക് 15 കിട്ടണം. ഇവിടെ നോക്കിയേ, ഞാൻ സമ്മ് 3 + 5 + 1 + 1 + 1 + 1 + 1 + 1 + 1 ചെയ്തു. അപ്പോൾ എനിക്ക് 15 കിട്ടി. ഈ സെയിം നമ്പേഴ്സ് ഞാൻ പ്രോഡക്റ്റ് ചെയ്തു, അപ്പോഴും എനിക്ക് 15 കിട്ടി. അതിനർത്ഥം എനിക്ക് 15നെ അങ്ങനെ എഴുതാൻ പറ്റും. പക്ഷെ പിന്നെ വരുന്ന നമ്പേഴ്സ് നിങ്ങൾ നോക്കുക. 29 31 67 ഇവരൊക്കെ പ്രൈം നമ്പേഴ്സാണ്. പ്രൈം നമ്പേഴ്സിന് ഒരിക്കലും നമുക്ക് ഈ ഒരു ഫോർമാറ്റിൽ എഴുതാൻ പറ്റില്ല. ഇപ്പോൾ 21നെ എനിക്ക് എഴുതാൻ പറ്റുന്നത് ആകെ 29 × 1 എന്നാണ്. ഞാൻ ഇനി ഇതിൻ്റെ രണ്ടിൻ്റെ സം എടുത്തെന്ന് വെച്ചോ, അപ്പോൾ എനിക്ക് കിട്ടുന്നത് 30 ആയിരിക്കും. പക്ഷേ ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താ? പ്രോഡക്റ്റ് എടുത്തേക്കുന്ന അതേ നമ്പർ സം എടുത്താൽ എനിക്ക് 29 കിട്ടണം. 29നെ എനിക്ക് 29 × 1 എഴുതി. അടുത്ത 29 + 1 ചെയ്യുമ്പോഴും എനിക്ക് 29 കിട്ടണം. പക്ഷെ കിട്ടുമോ? ഇല്ല, എനിക്ക് 30 ആണ് കിട്ടുന്നത്. അല്ലേ? അടുത്ത 31നെ എനിക്ക് 31 × 1 എന്ന് എഴുതാം. അല്ലേ? 31 × 1. പക്ഷെ എനിക്ക് 31 + 1 എന്ന് 31നെ എഴുതാൻ പറ്റുമോ? ഇല്ല. 31 + 1 എന്ന് എഴുതിയാൽ 32 ആയിപ്പോയി. ദാറ്റ് മീൻസ് ഈ ഒരു ഫോർമാറ്റിൽ ആരെ പറ്റുള്ളൂ? കോമ്പോസിറ്റ് നമ്പറിനെ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. എല്ലാ കോമ്പോസിറ്റ് നമ്പേഴ്സിനെയും നമുക്ക് എന്ത് ചെയ്യാം? ഈ ഫോർമാറ്റിൽ എഴുതാൻ പറ്റും. സോ ഓപ്ഷൻ നോക്കുക, അതിൽ കോമ്പോസിറ്റ് ഏതാണെന്ന് നോക്കുക. ഒന്നും ചെയ്യാനില്ല. ഈ ഒരു ക്വസ്റ്റ്യൻ, ഇതേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വന്നാൽ കോമ്പോസിറ്റ് നമ്പർ ഉണ്ടോ എന്ന് നോക്കുക. ഇവിടെ എന്തുണ്ട്? 15 കോമ്പോസിറ്റ് ആണ്. അല്ലേ? സോ ആൻസർ ഈസ് 15. ഓക്കെ, ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ നോക്കുക, കോമ്പോസിറ്റ് നമ്പർ എടുക്കുക, അതായിരിക്കും ആൻസർ. ഓക്കെ, പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ട്രിക്കാണ്. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ക്വസ്റ്റ്യൻ വായിക്കുന്നു, ഓപ്ഷൻ റീഡ് ചെയ്യുന്നു, ഓപ്ഷനിൽ കോമ്പോസിറ്റ് നമ്പർ നോക്കുന്നു, ദാറ്റ് വിൽ ബി ദി ആൻസർ. പ്രത്യേകിച്ച് ഒന്നും എന്ത് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, നൗ മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, P and Q are two positive integers such that P × Q 120 ആണ്. Which of the following cannot be P + Q? P × Q ചെയ്തപ്പോൾ എനിക്ക് 120 കിട്ടി. ഓക്കെ, ഓർ എനിക്ക് എന്ത് പറയാം? 120യെ I can write it as P × Q. അല്ലേ? P × Q നമ്മൾ ഓൾറെഡി ചെയ്തു ഒരെണ്ണം, 1296ൻ്റെ ക്വസ്റ്റ്യൻ. അതേപോലെയാണ് ഇതും ചെയ്യുക. ഞാൻ എന്ത് ചെയ്യുന്നു? 120യെ ഫാക്ടറൈസ് ചെയ്യുന്നു. 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 60, 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 30, 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 15, 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1. ഇനി ചോദ്യം, ഇവിടെ P and Qന് എത്ര പോസിബിലിറ്റി ഉണ്ട്? P × Q ചെയ്യുമ്പോൾ 120 കിട്ടണം. എനിക്ക് ഒന്ന് എഴുതാം, 10 × 12 അല്ലേ? 10 × 12 120 ആണ്. അടുത്തത് 8 × 15. 8 × 15 എന്താണ്? 120 ആണ്. അടുത്തത് 20 × 6, അതും 120 ആണ്. അല്ലേ? 20 × 6 എന്താണ്? 120. 20 × 6 എന്താണ്? 120 ആണ്. ഇനി വേറെ ഏതെങ്കിലും ഉണ്ടോ? യെസ്, ഒരെണ്ണൂടെ ഉണ്ട്. അല്ലേ? 40 × 3. 40 × 3 ചെയ്താലും 120 ആണ്. സോ P × Qന് എനിക്ക് ഇത്രയും പോസിബിലിറ്റി എഴുതാൻ പറ്റും. അല്ലേ? ഇത്രയും പോസിബിലിറ്റി എനിക്ക് എഴുതാൻ പറ്റും. ഇനി ഞാൻ ഇവിടെ P + Q എടുത്ത് നോക്കാം. അല്ലേ? P + Q. P + Q എടുക്കുമ്പോൾ 10 + 12 22, 8 + 15 23, 20 + 6 26, 40 + 3 43. ഇനി ക്വസ്റ്റ്യനിൽ എന്താ ചോദ്യം? വിച്ച് ഓഫ് ദ ഫോളോയിങ് കനോട്ട് ബി P + Q? P + Q ആകാൻ പാടില്ലാത്തത് ഏതൊക്കെയാണെന്ന് ഓപ്ഷൻ നോക്കിയേ. 23 P + Q ആകാം, 22 P + Q ആകാം,
26ഉം P+Q ആകാം. അപ്പോൾ പറ്റാത്തത് ആരേ ഉള്ളൂ? 35. P+Q നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? 35 എന്ന് എഴുതാൻ പറ്റത്തില്ല. സോ നമ്മൾ 1296ന്റെ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫാക്ടറൈസ് ചെയ്യുന്നു. 2 വെച്ച് ഡിവൈഡ് ചെയ്തു 60, 2 വെച്ച് ഡിവൈഡ് ചെയ്തു 30, 2 വെച്ച് ഡിവൈഡ് ചെയ്തു 15, ദെൻ 3 വെച്ച് ഡിവൈഡ് ചെയ്തു 5, 5 വെച്ച് ഡിവൈഡ് ചെയ്തു 1. അപ്പോൾ എനിക്ക് ഇനി എന്തിനാ P ഇൻറ്റു ക്യൂവിനെ എങ്ങനെയൊക്കെ എഴുതാം? 120യെ 10 ഇൻറ്റു 12 എന്ന് എഴുതാം, 8 ഇൻറ്റു 15 എന്ന് എഴുതാം, 20 ഇൻറ്റു 6 എന്ന് എഴുതാം, അതുപോലെ 40 ഇൻറ്റു 3 എന്ന് എഴുതാം അല്ലേ? അല്ലെങ്കിൽ വേണം എനിക്ക് 60 ഇൻറ്റു 2 എന്ന് എഴുതാം, ഒരു കുഴപ്പമില്ല അല്ലേ? 60 ഇൻറ്റു 2 എന്ന് എഴുതാം. ഓക്കെ, 60 ഇൻറ്റു 2 അല്ലെങ്കിൽ 30 ഇൻറ്റു 4. ഇവിടെയൊക്കെ സം എടുക്കുമ്പോൾ എനിക്ക് ഇവിടെ 62, ഇവിടെ 34 ആണ് കിട്ടുന്നത്. പക്ഷെ എനിക്ക് 35 കിട്ടുമോ? ഇല്ല, 35 കിട്ടത്തില്ല. ദാറ്റ് മീൻസ് P+Q cannot be equal to 35. P+Q cannot be equal to 35 ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 13. യെസ്, numbers are listed from 10 to 1000, then consider the following statement. Statement 1. So നോക്കുക, 10 തൊട്ട് 1000 വരെ നമ്പർ എഴുതിയിട്ടുണ്ട്. The number of times digit 5 appear in the list is 300. അതായത് ഈ ലിസ്റ്റിൽ 5 300 ടൈംസ് വരുമെന്നാണ് പറയുന്നത്. സോ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, 1 തൊട്ട് 1000 വരെ എടുത്താൽ ഡിജിറ്റ് 5 appears എത്ര ടൈംസ്? appears 300 ടൈംസ് അല്ലേ? 300 ടൈംസ്. ഇത് എപ്പോഴാണ്? 1 തൊട്ട് 1000 വരെയാണ് 300 വട്ടം 5 വരുന്നത് അല്ലേ? ഡിജിറ്റ് 5 എത്ര വട്ടം വരും? 300 വട്ടം വരും. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യൻ 10 തൊട്ട് 1000 ആണ്. സോ 10ന് മുമ്പ് ഒരു 5 ഉണ്ട് അല്ലേ? അത് നമ്മൾ മിസ്സാക്കി. ദാറ്റ് മീൻസ് 10 to 1000 എടുത്തു കഴിഞ്ഞാൽ എത്ര വട്ടമേ 5 വരുവുള്ളൂ? 299 ടൈംസ് ആര് വരുവുള്ളൂ? ഡിജിറ്റ് 5 വരുവുള്ളൂ. കാരണം എന്താ? 1 തൊട്ട് 1000 വരെ 300 വട്ടം 5 വരും അല്ലേ? ഇനി ഈ 1 തൊട്ട് 10 വരെ എടുത്തേ, അതിനകത്തൊരു 5 ഉണ്ടല്ലോ. പക്ഷെ ഇവിടെ നമുക്ക് ആ 5 ഉണ്ടോ? ഇല്ല. 10 തൊട്ട് 1000 ആ 5 ഇല്ല. സോ ടോട്ടൽ 300 ആയിരുന്നു, അതിൽ നിന്ന് 1 കുറയ്ക്കണം. സോ 10 തൊട്ട് 1000 വരെ എത്ര 5 ഉണ്ട്? 299 തവണ 5 വരുവുള്ളൂ. സോ സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണോ? അല്ല, സ്റ്റേറ്റ്മെന്റ് 1 തെറ്റി. ഇനി നമുക്ക് സ്റ്റേറ്റ്മെന്റ് 2ലേക്ക് പോകാം. സ്റ്റേറ്റ്മെന്റ് 2 എന്താ പറയുന്നത്? ദ നമ്പർ ഓഫ് ടൈംസ് ഡിജിറ്റ് 1 അപ്പിയർ ഈസ് 300. അത് നമുക്ക് നോക്കാം. 1 തൊട്ട് 1000 വരെ ഡിജിറ്റ് 1 എത്ര ടൈംസ് വരുന്നുണ്ട്? ഡിജിറ്റ് 1 അപ്പിയേഴ്സ് എത്ര തവണ? 301 ടൈംസ് അല്ലെ? 301 തവണ 1 തൊട്ട് 1000 വരെ ആരുണ്ട്? ഡിജിറ്റ് 1 ഉണ്ട്. ഇനി 10 തൊട്ടാണ് അല്ലെ? 10 തൊട്ടാണെങ്കിൽ എന്തായിരിക്കണം? 5ലെ പോലെ തന്നെ എന്ത് ചെയ്യണം? 1 കുറയും അല്ലേ? സോ 10 തൊട്ടാണെങ്കിൽ 300 തവണ ആര് വരും? 300 തവണ ഡിജിറ്റ് 1 വരും അല്ലേ? ഡിജിറ്റ് 1 വരും. ബിക്കോസ് 1 എന്ന് പറയുന്ന സംഖ്യ നമ്മൾ ഒഴിവാക്കി അല്ലേ? 301ൽ നിന്ന് ആ 1 പോയി, ബാക്കി എത്ര ഉണ്ട്? 300. സോ ആൻസർ സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ട്രൂ. നമ്പർ 1 എത്ര തവണ റിപ്പീറ്റ് ചെയ്യും? ഡിജിറ്റ് 1 300 ടൈംസ് റിപ്പീറ്റ് ചെയ്യും. ഫ്രം എവിടെ? 10 to 1000. ഫ്രം 10 to 1000 300 ടൈംസ് ഡിജിറ്റ് 1 റിപ്പീറ്റ് ചെയ്യും. സോ ദ ആൻസർ ഈസ് only 2. ഓപ്ഷൻ ബി ആണ് ആൻസർ. only 2 ഈസ് ദ ആൻസർ. ഓക്കെ, സോ നമ്മൾ ഓൾറെഡി പഠിച്ച കൺസെപ്റ്റ് ആണ് എന്ത്? ഡിജിറ്റ്സിൻ്റെത്. ഓക്കെ, 1 തൊട്ട് 1000 വരെ 301 ടൈംസ് 1 റിപ്പീറ്റ് ചെയ്യും. ബാക്കി വരുന്ന ഏത് ഡിജിറ്റ് എടുത്താലും, ഇപ്പോൾ 2 എടുത്താലും 3 എടുത്താലും 4 എടുത്താലും ടിൽ 9 വരെ അവരെത്ര തവണയായിട്ട് റിപ്പീറ്റ് ചെയ്യത്തുള്ളൂ? അവർ 300 തവണ റിപ്പീറ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, എക്സെപ്റ്റ് 1. ബാക്കി വരുന്ന 2, 3, 4, 5, 6, 7, 8 ടിൽ 9 അവർ 300 തവണ റിപ്പീറ്റ് ചെയ്യത്തുള്ളൂ ആ ഡിജിറ്റ്. 1 പക്ഷേ 301 തവണ റിപ്പീറ്റ് ചെയ്യും. എവിടെ തൊട്ട് എവിടെ വരെ? 1 തൊട്ട് 1000 വരെ. സോ ഡിജിറ്റിൻ്റെ കൺസെപ്റ്റിൽ അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതൊക്കെ നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ, കാണാതെ. കാരണം പരീക്ഷ ഹാളിൽ പോയി ഇരുന്നിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റത്തില്ല? ഓരോന്നോരോന്നായിട്ട് എണ്ണി എഴുതാൻ പറ്റുമോ? ഇല്ല. ഇപ്രാവശ്യത്തെ സീസാൻ്റെ ക്വസ്റ്റ്യനിൽ 5 ആയിരുന്നു ഡിജിറ്റ് ചോദിച്ചത് 2024. അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ എഴുതുമോ?
5, 15, 25, പിന്നെ 50 വരുമ്പം 50, 51, 52 ഇങ്ങനെ എഴുതി പോകാൻ പറ്റുമോ നമുക്ക്? ഇല്ല, ടൈം കൺസ്യൂമിംഗ് ആണ്. ആകെ 2 മിനിറ്റ് എഴുതണം. 1 തൊട്ട് 1000 വരെ എഴുതാൻ പോയാൽ അപ്പോഴേ 5 മിനിറ്റ് പോയി അല്ലേ? സോ അങ്ങനെ എഴുതാൻ പാടില്ല. സോ ഈ ഒരു ഡേറ്റ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ, എത്ര തവണ ഓരോ ഡിജിറ്റും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്ന്. ഓക്കെ, സോ വി വിൽ ഡിസ്കസ് ദ റിമൈനിങ് ക്വസ്റ്റ്യൻ in the next session. So practice well, practice more questions, okay, before joining the session. Thank you.